ഹായ്, അപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ. ഇന്നലെ രാത്രി സുഖമായിട്ട് ഈ റൂമിൽ കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ റൂമിൻ്റെ പുറത്തെ കാഴ്ചകളാണിത്. ഇവിടെ അങ്ങനെ ഇരിക്കാനുണ്ടായിരുന്നു. ഞാൻ സുബേസ്കാരം കഴിഞ്ഞ് ഇവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാഴ്ച ഉള്ളത്. ഇതിൻ്റെ മുകളിൽ മൊത്തം ഹോട്ട് എയർ ബലൂണ് നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഞാൻ സൈഡിൽ കാണിച്ചു തരാം. ഇപ്പം ഇല്ല. ഇതിൻ്റെ അടിയിലൊരു പട്ടി ഉണ്ട്, അവനാണ് ഇങ്ങനെ കുരക്കണത്. ഇനിയിപ്പോൾ നമുക്ക് കവർ ചെയ്യാനുള്ള വണ്ടിയാണ് ഇത്. നമ്മളെ ഈ ഹോട്ടൽ ഉടമേനെ കൊടുക്കുന്നതാണ്, റെൻ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു കിട്ടലാണ്. കാരണം ഞാൻ ഇന്നലെ രാത്രിയാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ ഇന്നലെ രാത്രി വന്ന് താമസിക്കണമെങ്കിലും ഒരു ദിവസത്തെ പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ അത് കോംപ്ലിമെൻ്ററി തന്നു. ഇന്ന് മുതലാണ് എനിക്ക് സ്റ്റേ ഉള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ പേയ്മെൻറ്റ് കൊണ്ട് എനിക്ക് ഇന്ന് രാത്രിയും കഴിയുക. നാളെ എനിക്ക് ചെക്ക് ഔട്ട് ചെയ്താൽ മതി. പിന്നെ ഈ കാറ് അദ്ദേഹം വാടകയ്ക്ക് കൊണ്ടാണ്. അതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ട്, കുറച്ച് കൂടുതൽ കൊടുക്കും. എന്തായാലും ഈ റൂമിൽ ഒരു ദിവസം എനിക്ക് ഫ്രീ കിട്ടിയല്ലോ. പിന്നെ ഇന്നലെ രാത്രി ഭക്ഷണത്തിൻ്റെ പേയ്മെൻറ്റ് ഞാൻ കൊടുത്തു. ഇങ്ങോട്ട് വരാൻ ഏകദേശം ഒരു 100-200 രൂപയൊക്കെ ആയിട്ടുണ്ടാവും. അതായത് നെയിൽ കവർ ചെയ്തൊക്കെ ഇങ്ങനെ വരണമല്ലോ. ടാക്സിയൊക്കെ വിളിച്ചു, ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചു. അതിനൊന്നും എന്നോട് പേയ്മെൻറ്റ് വാങ്ങിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു നല്ല മനുഷ്യനായിരുന്നു. അപ്പം ഇന്ന് ഏതായാലും ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇദ്ദേഹത്തിൻ്റെ വീടാണ്. അടിയിൽ ഫാമിലി താമസിക്കുന്നുണ്ട്. ഇത് മുകളിലാണ്. ഒരു 2 സൈഡിലായിട്ട് 2 റൂമുകൾ ഉണ്ട്. അത്യാവശ്യം നല്ല റൂമാണ്. ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ ഈ വീടിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോണ കാണാൻ ഭയങ്കര ഇതായിരുന്നു. അതിൻ്റെ ആ തീ ഇങ്ങനെ പാളുന്നത്, തീ ഇങ്ങനെ കത്തിക്കണമൊക്കെ ഇവിടുന്ന് അതിൻ്റെ ശബ്ദം അടക്കം കേൾക്കായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഈ ലെക്സോറിലെ മനോഹരമായ കാഴ്ചകൾ ഇന്നു മുതൽ കാണാം. നമ്മളെ പ്രിയ കൂട്ടുകാരൻ അഹമ്മദ്, ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ഇന്നലെ താമസിച്ചത്. ഇന്നലെ ഞങ്ങളെ വീഡിയോ കണ്ടവർക്കറിയാം. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കാറിൽ നമ്മൾ പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പം പ്രധാന കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ അഴി? ഓക്കെ. ഈ കാറ് കണ്ടോ, ഇതിന് മുൻഭാഗത്ത് മാത്രമേ ഡോറുള്ളൂ, ബാക്കിൽ ഡോറില്ല. ബാക്കിൽ കയറണമെങ്കിൽ ഇപ്പോൾ ഇതിലൂടെ കയറേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിന് ഡോറുണ്ട്, കുഴപ്പൻ ഡോറ. അപ്പം നമ്മൾ യാത്ര ആരംഭിച്ചത് കണ്ടോ, ഗ്രാമീണ കാഴ്ചകൾ കണ്ടിട്ടാണ് യാത്ര. ഇന്നലെ പിന്നെ രാത്രിയാണ് ഈ ഒരു ഏരിയയിലൂടെയൊക്കെ വന്നത്. രാത്രി കാഴ്ചകൾ, ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. ഇതാണ്ട് ഈത്തപ്പന തോട്ടങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഈ കാണുന്നതെല്ലാം ഈത്തപ്പന തോട്ടങ്ങളാണ് കേട്ടോ. ചെറിയ ചെറിയ ഈത്തപ്പന മരങ്ങൾ ഇവിടെ കാണാൻ കഴിയും. അദ്ദേഹത്തിന് 2 ഭാര്യയുണ്ട് കേട്ടോ. How many wife you have? Two wife. Yeah, and I have 2 children. I have 4 children, Egyptian, 1 Italian. No, the wife, the Italian, she's living in Italy. Italy? You have wife in Italy? Yes. ഇറ്റലിയിലാണ് ഒരു ഭാര്യ. അത് അവര് എല്ലാ 2 മാസവും ഇയാളെ കാണാൻ വരാറുണ്ടല്ലോ. I have Yunus from the Italian boy. അതിലൊരു കുട്ടിയുണ്ട്, യൂനസ്. ഹിസ് നെയിം ഈസ് യൂനസ്. Yes. ഇയാൾ വേറെ ലെവലാട്ടോ. ഈജിപ്ഷ്യനിൽ 3 boy, 2 girls. 2 പെൺകുട്ടികളും. അവർക്ക് കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ട്. പിന്നെ അവള് രണ്ടാമത് ഈജിപ്ഷ്യനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ്. And we go together the hotel. We go together the hotel when they make it honeymoon. Yeah. Yes. Okay. ലെക്സോറിലെ ഔട്ട്സ്കേർട്ടാണിത്. പട്ടണത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലങ്ങളും വീടുകളും ഒക്കെയാണ് ഉള്ളത്. തീർത്തും ഗ്രാമീണമായ കാഴ്ചകളാണ് ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ കാണാൻ കഴിയുന്നത്. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇവിടെ കണ്ടോ എന്തൊക്കെ പരിപാടികളുണ്ട്. ഇതൊന്നും അത്ര ചരിത്രത്തിൽ ഹിസ്റ്ററി പ്രാധാന്യം കൊടുക്കാത്ത കുറേ സംഗതികളുണ്ട്. അവിടെ ഇവിടെയും പൊടിപ്പുന്തങ്ങലൊക്കെ ആയിട്ട്. ഇതൊന്നും അത്ര ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്നല്ല. പക്ഷേ പഴയ കൊട്ടാരങ്ങളും രാജാക്കന്മാരുടെ അമ്പലങ്ങളും അവരുടെ പിന്നെ പ്രതിഷ്ഠകളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും. ഒരുപാട് മല ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഞങ്ങൾ റോഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് തിരിഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്താൻ വേണ്ടി പോവാണ്. ഇതുണ്ടോ, പരന്ന് കിടക്കുന്ന മരുഭൂമിയുടെ ഭാഗങ്ങളും അതിൽ ഉള്ള കുറേ വീടുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. സോ ലെറ്റ്സ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. Yes. അപ്പം നമ്മൾ ഹോട്ടലിലേക്ക് കിടക്കുകയാണ്. ഇതൊരു നാച്ചുറൽ ഹോട്ടലാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു നാച്ചുറൽ ഒറിജിനൽ ഈജിപ്ഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞപ്പം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കണ്ടോ, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. അയ്യോ, ഒരു കയ്യേക്കാനുള്ള സാധനമാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ എന്തൊക്കെയാ സ്പെഷ്യലുകളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും മൂപ്പരോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്താച്ചാൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ തനതായൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതെല്ലാം എടുക്കുക, എന്താ കഴിച്ചോക്കാം. ഇതുവരെ നമ്മൾ കൈറോന്നാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ടൗണിൽ നിന്നൊക്കെ ആണെങ്കിലും നമ്മൾ ടൗണിലെ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. അതിൽ അറേബ്യൻ ഉണ്ട്,
ദിമിഷ്കി ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രാജ്യങ്ങളുടെ മിക്സഡായ ഭക്ഷണമാണ് കഴിച്ചത്. ഹർഗാഡയിൽ നിന്ന് നമ്മൾ ദിമിഷ്ക് ഹോട്ടലിൽ നിന്നാണ്, യമൻ ഹോട്ടലിലാണ് കയറിയത്. ഇപ്പം ഇത് ഒരു തനതായ നമ്മുടെ നാട്ടിലെ ഹോട്ടലുണ്ടല്ലോ, അതിൻ്റെ രൂപത്തിലുള്ള ഹോട്ടലാണ്. അപ്പോൾ അവിടെയാണ് കയറിയിട്ടുള്ളത്. അങ്ങനെ ഇത് നല്ല ടൂറിസ്റ്റ് വരുന്നൊരു ഹോട്ടലിനാണ് കേട്ടോ. അതുകൊണ്ടോ യൂറോപ്യൻസൊക്കെ വന്ന് അവിടെ ഇരിക്കണതാണ് കണ്ടോ. I think many tourists come here to have a original breakfast. Good. There are some outsiders there. Yeah. Good taste. മാഷാല്ലാ. ഇങ്ങനെയാണ് 2 മുട്ട. യാ അല്ലാ, എന്തൊക്കെ വിഭവമാണ്, എന്തൊക്കെയാണ് മാഷാല്ലാ. മസ്മുക്കി ഹബീബ് اسمك ايه؟ عمر. اوكي عمر بن عبد العزيز شوية شطة حمراء. ما شاء الله. ايوه ايوه ما شاء الله. ഇത്ര വിഭവമുണ്ട്. എഗ്. വാട്ട് ഈസ് ദിസ്? മിഷ്. Mish from the milk with the cheese. ഓക്കെ 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 ഓക്കെ. സലാഡ് ഉണ്ട്. ദിസ് വൺ Cheese. Only ചീസ്. ഓക്കെ. ദിസ് വൺ Falafel. ഫലാഫിൽ. പിന്നെ Potatoes. യാ ദിസ് വൺ Beans. ബീൻസ്. ഓക്കെ. പരിപ്പാണ്. Yeah. ദാറ്റ്സ് ഗുഡ്. ഇതാണ് ഒറിജിനൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ പയറിങ്ങനെ ഉടക്കണം കേട്ടോ. കുറച്ച് ഉപ്പാണ്. എ ഫ്യൂ ദാറ്റ്സ് എനഫ്. ഓക്കെ 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 ബസ്. ഓക്കെ. ഇവർ ഭക്ഷണത്തിൽ അമിതമായി ഉപ്പ് ചില ഇതിൽ കാണലുണ്ട്. ഇപ്പോഴാണ് കുറച്ച് ഇടാൻ പറഞ്ഞത്. അതാ ഒറിജിനൽ ഈജിപ്ഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ റൊട്ടി എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. Taste the real butter. യാ. ഇതേമാതിരത്തെ മുട്ട മൂപ്പര് ഉടച്ച് കാട്ടിയതാണത്. കൻ യു മേക്ക് ഇറ്റ് ഫോർ മീ പ്ലീസ്? ഒരു മുട്ട അങ്ങനെ ഉടച്ചിട്ട് മസാല ഒക്കെ ആക്കിയിട്ടാണ് കഴിക്കുക. കണ്ടോ? അയ്യോ മാഷാ അല്ലാ. ഓക്കെ, താങ്ക് യു. അൽഹംദുലില്ലാ. ഏറ്റവും സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്, ഒന്നും പറയാല്ല. നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ തനതായ ശൈലിയാണ്. ഇനിയിപ്പോൾ ഒരു കട്ടൻ ചായ കൂടി കുടിച്ചാൽ നമുക്ക് ഇന്നത്തെ യാത്രകൾ എനർജിയായി. അപ്പം ഇതാണ് ഇവരുടെ കിച്ചൺ. 160. Yeah, 60. ഓക്കെ ഓക്കെ. Salami. 160 പൗണ്ടാണ് ആയത്. 280. നമ്മളിതാ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ ഒരാൾക്ക് ഒന്നിലേറെ ഭാര്യമാരുണ്ടാവുക എന്നുള്ളത് കോമണായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു പെൺകുട്ടിയുണ്ട്. നിങ്ങളെ കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ സെറ്റാക്കി തരാം എന്നാണ് പറയണത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവിടെ വീടെടുത്തിട്ട് ഇവരെ താമസിപ്പിക്കാൻ നിങ്ങൾക്ക് ഇടയ്ക്ക് വന്നാൽ മതി എന്നൊക്കെ പറയണേ. പെണ്ണുങ്ങൾ കേൾക്കണ്ട. കർണാക്ക് ടെമ്പിളിൻ്റെ പരിസരത്ത് എത്തിട്ടോ. ഇതാണ് കർണാക്ക് ടെമ്പിളിൻ്റെ പരിസരം. ഇവിടെ ഒരുപാട് കുതിരവണ്ടികൾ എല്ലാം കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറണം. പോയി നോക്കട്ടെ. ഇതാണ് നമ്മൾ വന്ന കാറ്. മൂപ്പരവിടെ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. മൂപ്പര് വരുന്നില്ല. അപ്പം ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി. ടിക്കറ്റ് എടുത്തിട്ടില്ല, ഒരു സ്കാനിങ് കഴിഞ്ഞ് ഉള്ളിൽ കയറിയതാണ്. ഇവിടെ ഒരുപാട് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവിടെയാണ് ടിക്കറ്റ് എടുക്കാനുള്ളത്. അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണണം ഇൻഷാ അല്ലാഹ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കൽ. ഇവിടെ സെൽഫ് സർവീസ് ടിക്കറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചെന്ന് നോക്കട്ടെ. സെൽഫ് സർവീസ് പറഞ്ഞാൽ അവിടെ മെഷീനിൽ നിന്ന് എടുക്കാമെന്നാണ്. നോർമൽ മാനുവലായിട്ട് ഇവിടെ അതിൻ്റെ ഓഫീസുണ്ട്, അവിടെ നിന്ന് എടുക്കാം. കാർഡ് മാത്രമേ സ്വീകരിക്കുള്ളൂ. സോ ഇതാണ് ഈ ഒരു ടെമ്പിളിൻ്റെ ഒരു ഭാഗം. സോ ഞാനതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. ചിലപ്പം വോയിസിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. മൈക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനത് കീശയിൽ വെച്ച് കയറിയതുകൊണ്ടാണ്. അവർ കണ്ടപ്പോൾ ചോദിച്ചു മൈക്കാണെന്ന്. അപ്പം മൈക്ക് പറ്റൂല എന്ന് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം മൈക്കില്ലാതെയാണ് സംസാരിക്കുന്നത്. ഫൈനലി ഞാനിവിടെ കർണാക്ക് ടെമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറി. ഇതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പം കാണാൻ തുടങ്ങുന്നത്. ഇവിടെ ഇങ്ങനെ എന്തോ പച്ചക്കൊടി കെട്ടിയിട്ട് ഒരു സംഗതി ഉണ്ട്. കണ്ടിട്ടൊരു പള്ളി പോലെ ഉണ്ട്. എന്തായാലും ഇതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അത് നമ്മൾ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറുകയാണ്. കയറി ചെല്ലുന്നിടത്ത് തന്നെ 2 ഭാഗത്തായി ഒരുപാട് സ്ഫിനിക്സ് രൂപങ്ങൾ പോലെയുള്ള രൂപങ്ങളുണ്ട്. ഇത് നമ്മൾ ഗ്രേറ്റ് പിരമിഡിൻ്റെ അടുത്ത് കണ്ടിരുന്ന വലിയ ഫിനിക്സ് പിരമിഡ് ഇല്ലേ, അതുപോലെയുള്ള
ഒരുപാട് രണ്ട് സൈഡിലായിട്ട് കാണാനുണ്ട്. ഇതിൻ്റെ ഒരു എൻട്രൻസിൻ്റെ വലുപ്പം നോക്ക്, എത്ര വലുതാണ്. ഈജിപ്തിലെ തന്നെ ഗിസ പിരമിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് കർണാക്ക് ടെമ്പിൾ എന്നത്. അത് ഈ ഒരു ടെമ്പിളിൻ്റെ വലുപ്പവും അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭംഗിയും കൊണ്ടൊക്കെ തന്നെയാണ്. ഈ ഒരു ടെമ്പിളിന് പ്രധാനമായും 4 ഭാഗമാണുള്ളത്. അതിലൊരു ഭാഗത്തിൽ മാത്രമേ ടൂറിസ്റ്റിന് പ്രവേശനമുള്ളൂ. അത് തന്നെ എത്ര വിശാലമാണെന്നറിയോ. ഫറവോമാരുടെ കാലത്ത് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ഫറവോമാർ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും ദൈവത്തിനോട് കാര്യങ്ങൾ പറയാൻ ഫറവോമാരിലൂടെ ചെയ്യണമെന്നാണ്. എന്നാൽ ചില ഫറവോമാർ സ്വന്തം ദൈവമാണെന്നും പറഞ്ഞവരുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുള്ള ഫറവ സ്വന്തം ദൈവമാണെന്ന് വാദിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ജനങ്ങൾ ദൈവത്തെ കാണുന്നത് പോലെയാണ് ഫറവമാരെ കണ്ടിരുന്നത്. നാട്ടിലെ നല്ല സാധനങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളും ഭക്ഷ്യസാധനങ്ങളൊക്കെ ഫറവമാർക്ക് പ്രതിഷ്ഠയായി അല്ലെങ്കിൽ സമ്മാനമായി കൊടുക്കും. ദൈവത്തിൻ്റെ ആളുകളായ ഫറവമാര് ഞങ്ങളെ സഹായിക്കും, ഞങ്ങളെ സംരക്ഷിക്കും എന്നാണ് അന്നത്തെ ജനങ്ങളെ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫറവമാരുടെ കീഴിൽ താമസിക്കാൻ ജനങ്ങൾ അങ്ങോട്ട് നികുതി കൊടുക്കേണ്ടിയിരുന്നു. മാത്രവുമല്ല, സുഡാന് പോലെയുള്ള പല രാജ്യങ്ങളും കീഴടക്കി ഒരുപാട് സ്വത്തുക്കൾ ഫറവമാര് ഈജിപ്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇങ്ങനെയെല്ലാം പണത്തിന്റെ കൂമ്പാരങ്ങളിൽ കിടന്നുറങ്ങിയ ഫറവമാർ ആർഭാട നിർമ്മാണങ്ങളുമായിരുന്നു നടത്തിയിരുന്നത്. ഫറവോമാരുടെ കാലഘട്ടം ഇന്നും ജനങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ചോദ്യങ്ങൾക്കും ഇന്നും കൃത്യമായ ഉത്തരങ്ങളില്ലാതെ നിൽക്കുകയാണ്. ഏതായാലും ഇതെല്ലാം കാണുക എന്നത് വലിയ ആഗ്രഹമായിരുന്നു. ഇവിടേക്ക് എത്താനും ഇതൊക്കെ കാണാനും സാഹചര്യമുണ്ടായി. മനുഷ്യന് എത്രയൊക്കെ സമ്പത്തും അധികാരവും ഉണ്ടായാലും, എത്രയാള് നമ്മെ പിന്തുടരാനുണ്ടായാലും, നമ്മളെ പുകഴ്ത്തിപ്പാടാനുണ്ടായാലും അതെല്ലാം ഒരു കാലം കഴിഞ്ഞാൽ അവസാനിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അന്നത്തെ ആളുകളുടെ മേലിൽ പരമാധികാരം വാദിച്ചിരുന്ന ഫറവോമാരുടെ അവശിഷ്ടങ്ങൾ ഇന്ന് ലോകം കണ്ട് സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് മനുഷ്യന്റെ കയ്യിലുള്ളതൊന്നും ശാശ്വതമല്ല. നന്മകൾ ചെയ്യുക, ആഖിറത്തിൽ സുരക്ഷിതമായ ജീവിതം ഉറപ്പിക്കുക. ഫൈനലി ഞാൻ അതിൻ്റെ പുറത്ത് കിടന്നു. അത്യാവശ്യം സമയം എടുത്തിട്ടാണ് കവർ ചെയ്തത്. 1 മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന എക്സിറ്റിൻ്റെ ഭാഗത്ത് ഇഷ്ടംപോലെ കടകളുണ്ട്. സുവനീഴ്സും ജ്യൂസും വെള്ളവും കാര്യങ്ങളായിട്ട് ഇഷ്ടംപോലെ കടകളുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. സുവനീഴ്സൊക്കെ വേണമെങ്കിൽ വാങ്ങാം. $1 മുതൽ സുവനീഴ്സ് തുടങ്ങുന്നുണ്ട്. ഇതാണ്ടോ കുറേ സംഗതികളുണ്ട്. പിന്നെ എൻ്റെ മൈക്ക് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് വാങ്ങണം. സോ മൈക്ക് കിട്ടി, ഇനി പോട്ടെ. അപ്പോൾ എന്താ ചെയ്യുക, മൈക്ക് ഉണ്ടെങ്കിൽ മൈക്ക് എന്താ ചെയ്യുക, ബാഗിലിട്ടാൽ മതി. ബാഗിൻ്റെ ഉള്ളിൽ അവർ പരിശോധിക്കണമെന്നില്ല. എൻ്റെ കീശയിൽ ഇങ്ങനെ കണ്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൈക്കാണ്. അപ്പം മൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു, പുറത്ത് വാങ്ങിച്ചാൽ. അപ്പം അങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. സോ Let's go to next place. Where is next? Luxor Temple. അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. ഞാൻ അതാണ് ലക്ഷ്യം വെച്ച് വന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സാധനമാണ്, അതും കൂടി കാണേണ്ടി കണ്ടതാണ്. സോ നമ്മളിവിടെ ലക്സോർ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണട്ടെ. അതിന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ ബാങ്ക് കൊടുത്തു. ഇവിടെ ഒരു പള്ളിയുണ്ട്, അതുപോലെ തന്നെ ടെമ്പിളിൻ്റെ സ്റ്റെപ്പ് കയറി ചെല്ലുന്നിടത്ത് ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ലക്സോർ ടെമ്പിൾ, ലക്സോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെമ്പിളാണിത്. ഇവിടെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങൾ മറ്റു ആസ്വാദന സാധനങ്ങളൊക്കെ ഉണ്ട്. സോ അൽഹംദുലില്ലാഹ് ഞാനിതാ ലക്സോർ ടെമ്പിളിലേക്ക് കടന്നു. ഇതാണ് ലക്സോർ ടെമ്പിൾ. നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്ത ടെമ്പിളിനേക്കാളും കുറച്ച് ചെറുതാണ്. ഇവിടെയാണ് ഫിറോന്റെ കാലത്തുള്ള ഫറോവയുടെ രൂപമുള്ളത്, പ്രതിബിംബം. അപ്പോൾ ഇതാണ് ഈ ഒരു ടെമ്പിളിൻ്റെ പ്രധാന ഭാഗം, എൻട്രൻസ് ഭാഗം. ഇവിടെ ഇരിക്കുന്ന 2 രൂപങ്ങളുണ്ടല്ലോ, അതാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുള്ള ഫിർഔൻ. താനാണ് അള്ളാഹ്ന്ന് വാദിച്ച ഫിർഔന്, ബനി ഇസ്രായേലർ ബുദ്ധിമുട്ടിച്ച ഫിർഔൻ്റെ രൂപമാണത്. അന്നത്തെ രൂപം കൊത്തിയെടുത്ത രൂപമാണ്. പിന്നെ ഇരിക്കുന്ന രൂപത്തിലുള്ള 2 ഇതുണ്ടല്ലോ, ഇതിൽ പിന്നെ കുറച്ച് കേടുപാടുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ഏകദേശം നല്ല രൂപത്തിൽ കാണുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിനെ ആക്രമിക്കാൻ ശ്രമിച്ച അന്നത്തെ റാംസീസ് 2ാമൻ്റെ രൂപമാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, ബനി ഇസ്രായേലികളെ അടിമകളാക്കി പണിയെടുപ്പിച്ച ഫിറൗൻ്റെ രൂപം കണ്ട് നമ്മളിതാ ഇതിന് മുന്നോട്ട് പോവാണ്. ഇത് ഫിറൗൻ്റെ ഒരു പണ്ടത്തെ ഒരു അമ്പലമാണ്. അവരുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു അമ്പലമാണ് ഈ കാണുന്നത്. ലക്സോർ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര് അറിയപ്പെടുക. വലിയൊരു കവാടം കടന്ന് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഇതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെ ഭീകരമായ ഒരു സ്ഥലമാണ് ഉള്ളത്. പിന്നെ ഇഷ്ടംപോലെ ഇങ്ങനെ കൊത്തുപണികൾ ചെയ്ത് അന്നത്തെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന പലതും ചിത്രങ്ങളായി മറ്റ് ടെമ്പിളിലൊക്കെ കണ്ട പോലെ തന്നെ ഇവിടെയും കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, നല്ല മരത്തിൻ്റെ ഡോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്ന് എത്ര മനോഹരമായിരിക്കും ഇത്. ഈ കാണുന്ന വിശാലമായ സ്ഥലം ഉണ്ടല്ലോ, ഇതാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുള്ള ഫിർഔനിൻ്റെ കോട്ട്. അവനെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ വന്ന് അർപ്പണങ്ങൾ, അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ കൊടുക്കുന്ന സ്ഥലമായിരുന്നു ഇത്. ഈ കാണുന്നത് എത്ര, പിന്നെ അങ്ങോട്ട് നോക്ക്, വലിയ തൂണുകളും മറ്റതൊക്കെ
ഉണ്ട്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ഷൈഅൻ വഉലൈക ഹും വഖൂദുൻ നാർ. സത്യനിഷേധം കൈകൊണ്ടവർക്ക് അവരുടെ സ്വത്തുക്കളോ സന്താനങ്ങളോ അല്ലാഹുവിങ്കൽ യാതൊരു പ്രയോജനം ചെയ്യുകയില്ല. തീർച്ച അവരാകുന്നു നരകത്തിലെ ഇന്ധനമായി തീരുന്നവർ. താൻ ദൈവമാണെന്ന് പറഞ്ഞ് അനേകം ബിംബങ്ങളെയും പ്രതിഷ്ഠകളെയും കൊട്ടാരങ്ങളും നിർമ്മാണങ്ങളൊക്കെ ഉണ്ടാക്കിയ ഫിർഔന് ഇന്നിപ്പോൾ എവിടെ കിടക്കുന്നത്? ഇതിനകത്തൊരു പള്ളിയുണ്ട് കേട്ടോ, ഇതാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ ദുനിയാവിൽ എത്ര സമ്പത്തുണ്ടായിട്ടും അത് ആഖിറത്തിൽ ഉപകരിക്കണമെന്നില്ല, അത് നല്ല രൂപത്തിൽ ചിലവഴിച്ചിട്ടില്ലെങ്കിൽ. ഇതിങ്ങനൊരു ഹാളിലൂടെയാണ് പോകുന്നത് കേട്ടോ. എത്ര വിശാലമായ സ്ഥലമാണ് നോക്ക്. ഖുർആനിൽ മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, കദഅബി ആലി ഫിർഔനിൻ വല്ലദീന മിൻ ഖബ്ലിഹിം കദ്ദബൂ ബിആയാതിനാ ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം വല്ലാഹു ശദീദുൽ ഇഖാബ്. ഫിർഔന്റെ ആൾക്കാരുടെയും അവരുടെ മുൻഗാമികളുടെയും അവസ്ഥ പോലെ തന്നെ അവരൊക്കെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞു. അപ്പോൾ അവരുടെ പാപങ്ങൾ കാരണമായി അള്ളാഹു അവരെ പിടികൂടി. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഫിർഔനും അയാൾക്ക് ശേഷമുള്ള ഫിർഔന്മാർ പല രൂപത്തിൽ ഭരണം നടത്തിയ ഉപയോഗിച്ച ടെമ്പിളുകളാണിത്. അവരെ വിശ്വസിക്കുന്ന ആളുകൾ അവർക്ക് അർപ്പണങ്ങൾ അർപ്പിക്കുകയും അവരെ കാണാൻ വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി അവർ തന്നെയാണ് വലിയ ആളുകളെന്ന് കരുതി നിന്നു. പക്ഷേ അവർ അള്ളാഹുവിൽ അവിശ്വസിച്ചു. അള്ളാഹു അവരെ തകർത്ത് കളഞ്ഞു. അവരുടെ ഇത്രയും വലിയ കമാനങ്ങൾ, എത്ര ബിൽഡിങ്ങുകൾ, എത്ര വർഷം പണിയെടുത്തിട്ടുണ്ടാവും. ഓരോ കല്ലും ഇങ്ങനെ നോക്കുമ്പോൾ ആ കല്ല് ഇങ്ങനെ രൂപപ്പെടാൻ എത്ര ആൾ പണിയെടുത്തിട്ടുണ്ടാവും. അതിൽ ഓരോ ഡിസൈനുകൾ ഉണ്ടാവാൻ വേണ്ടി എത്ര ആൾ പണിയെടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ഓരോരുത്തരെയും ചൂഷണം ചെയ്ത് ഇത്രയും കമാനങ്ങളും ഇത്രയും ടെമ്പിളുകൾ നിർമ്മിച്ച് എന്നിട്ടും അവരുടെ കാര്യം ശാശ്വതമല്ല. അവരെയും തകർക്കപ്പെട്ടു. അവരും അള്ളാഹുവിലേക്ക് മടങ്ങി. ഇനി അവരുടെ കാര്യം അള്ളാഹുവിൻ്റെ അടുത്താണ്. വിശ്വസിക്കാത്തവരെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു എന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഫറോവ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം, കൊട്ടാരം എന്നൊക്കെയാണ് അർത്ഥം. രാജാവിനെ ഫറോവ എന്ന് വിളിക്കുന്ന ഒരു സംഗതി ഇല്ലായിരുന്നു. പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഫിർഔനെ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് ഫിർഔൻ എന്നാണ്. അന്ന് മുതലാണ് രാജാവിന് ഫറോവ എന്ന പേര് വരാൻ തുടങ്ങിയത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തൊക്കെ മുൽക്ക് അസീസ് എന്നായിരുന്നു, രാജാവ് എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖിസ്സ വിവരിക്കുന്നിടത്ത് പറയുന്നത് ഫിർഔൻ എന്നാണ്. ചരിത്രം പരിശോധിച്ചാലും ആദ്യകാലത്തൊന്നും ഇവിടുത്തെ രാജാക്കന്മാരെ ഫറോവ എന്നല്ല പറഞ്ഞിരുന്നത്. അന്ന് ഇതുപോലെയുള്ള കൊട്ടാരങ്ങൾക്ക്, വലിയ ബിൽഡിങ്ങൊക്കെ, ഉയർന്ന സ്ഥലങ്ങളൊക്കെയാണ് പറയുക. പക്ഷേ പിൽക്കാലത്താണ്, റാംസീസ് രണ്ടാമൻ്റെ കാലത്താണ് രാജാവിന് ഫറോവ എന്ന് പേരിടാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഖുർആൻ പറയുന്ന കാര്യം സത്യമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വസ്തുതയാണത്. ഈ കാണുന്നത് അമെൻഹോട്ടപ്പ് എന്ന് പറയുന്ന ഒരു ഫറോവ ജനിച്ച സ്ഥലമാണ്. ഇവിടെയാണ് ആ ഫറോവ ജനിച്ചത്. അയാളുടെ അമ്മ മൈനറായിരുന്നു. ഈ ഫറോവമാർ സ്വന്തം സഹോദരിമാരൊക്കെ വിവാഹം കഴിച്ചിരുന്നു. അത് ഈ ഫറോവ എന്ന അധികാരം മറ്റു ആളുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സഹോദരിമാരെ വിവാഹം കഴിക്കുന്നുണ്ടായിരുന്നു. ഈ തൂത്തൻഖാമ എന്നുണ്ടല്ലോ, അയാളുടെ അമ്മയും അച്ഛനും സഹോദരന്മാരാണ്. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഈ ഒരു രാജ്യത്തിൻ്റെ ഭരണം മറ്റു കുടുംബങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില വൈകല്യങ്ങളൊക്കെ പലർക്കും ഉണ്ടായിരുന്നു എന്നും ചരിത്രം കാണാം. ഇവിടെ അലക്സാണ്ടർ ഗ്രേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ക്രിസ്ത്യാനികളുടെ കുറേ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ മങ്ങിയ രൂപത്തിൽ കാണുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ചില ചിത്രങ്ങൾ ക്രിസ്ത്യാനികളുമായി റിലേറ്റഡായ ചിത്രങ്ങൾ കാണാൻ പറ്റും. ഇവർ മരണത്തെ ഭയങ്കരത്തിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫറോവമാർ മരിക്കുമ്പം അവരുടെ കല്ലറയിൽ എല്ലാ സാധനങ്ങളും വെച്ചിരുന്നു. ആ ചരിത്രമൊക്കെ നമുക്ക് ഇനിയിപ്പം ഇവിടെ കിങ്സ് വാലി ഉണ്ട്, അവിടെ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഞാൻ പുറത്ത് കടന്നേ. 500 പൗണ്ടാണ് ഇതിനകത്തേക്ക് കയറാനുള്ള ചാർജ്. 500 പൗണ്ട് പറഞ്ഞാൽ 860 രൂപയായി ഒരു ടിക്കറ്റ് ചാർജാണ്. ഞാൻ ആദ്യം പോയത് അതിലാണ്. അവിടെ നേരെ പള്ളിയുണ്ടല്ലോ, അതിൻ്റെ മുറ്റത്താണ് ഈ സ്ത്രീകളും കളിക്കോപ്പും കുട്ടികളെ പാർക്കൊക്കെ ഉള്ളത്. പക്ഷെ അതിൻ്റെ ഇതിലിങ്ങനെ വന്നിട്ടാണ് ശരിക്ക് ടെമ്പിൾ ഉള്ളത്. ഞാൻ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഇതിലിങ്ങനെ വരിക ഉണ്ടായത്. ഇവിടെ ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ പ്രാക്കൾ, വണ്ടികളൊക്കെ ഉണ്ട്. ഈ പ്രാവിന് തീറ്റ കൊടുക്കാൻ വേണ്ടി ഗോതമ്പ് വിൽക്കുന്ന ആളുകളുണ്ട്. 5 പൗണ്ടാണ് ഒരു പാക്ക് ഗോതമ്പിനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തിറങ്ങി വരുമ്പോൾ തന്നെ സുവനീഴ്സ്, അതുപോലെ തന്നെ ടാക്സി, കുതിരവണ്ടി ഒക്കെ ചോദിച്ച് അല്ല ഇങ്ങനെ നമ്മളെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. വേണ്ടെന്ന് പറഞ്ഞാലും മഴ സയ്യാറ കാർ കയറി. ഈ സുവനീഴ്സ് വിൽക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ഈ കുതിരവണ്ടിക്കാരും മറ്റ് ടാക്സിക്കാരും നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഇവിടെ ബസ് ഇറങ്ങിയപ്പം എന്താണ്
എത്ര ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ ഫ്രണ്ട് ഉണ്ട് ടാക്സി വരുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ഇപ്പോൾ ഇയാളെന്നെ പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര ഇറിറ്റേഷനാണ് ടൂറിസ്റ്റിനെ, ഒന്ന് സമാധാനം കൊടുക്കില്ല. വന്ന ഉടനെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാണ് ശരിക്കും. വരണ്ടില്ലേനൊന്നും ശരിക്കും അവരെ ഓരോ ദാരിദ്ര്യം കൊണ്ട് ഓരോ കാര്യങ്ങൾ വിൽക്കുന്നതും കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ടാക്സിയും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആണല്ലോ. പിന്നെ അവരോട് ഉണ്ട് പറഞ്ഞിട്ട് അത് ക്യാൻസലാക്കി ഇതാക്കി മറ്റേതാക്കി പറഞ്ഞിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആക്കുകയാണ്. നമ്മളെ അല്ലാത്ത സമയത്ത് ടാക്സി വേണോ ഒക്കെ ചോദിക്കുമ്പോൾ ഒരു മട്ടാണ്. ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ക്യാൻസലാക്കാൻ പറയാം. സോറ് ടെമ്പിൾ കേട്ടോ, അതിൻ്റെ പുറത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ വേർ ആർ യു ഗോയിങ് നെക്സ്റ്റ്? Belif the King and Hatshepsut. ഓക്കെ, ഞങ്ങൾ വരുന്ന വഴിക്ക് ഫൈൻ കിട്ടിയേ ഇപ്പോഴല്ല, അതിന് മുന്നേ പറഞ്ഞാൽ ഇതുണ്ടോ ഈ ഗ്ലാസ്സിനൊരു കൂളിംഗ് ഉണ്ട്. ഇയാളത് ശരിക്കും ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ് ഇത്. പിന്നെ ഒരു പോലീസുകാരെന്ന് വാങ്ങിയ തന്നെയാണ് ഇത്. ശരിക്കും ഒറിജിനൽ സാധനമാണെന്നാണ് പറയണത്. പക്ഷേ അയാൾക്ക് എന്താ ഇത് ഡ്യൂപ്ലിയാണ്. ഈ കൂളിംഗ് ഉണ്ടാകാണ്ട് കിട്ടി. 400 പൗണ്ട്. 400 പൗണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 500 രൂപേൻ്റെ മേലായി, 600 രൂപേൻ്റെ അടുത്തൊക്കെയായി. ശരിക്കും ഈ കാറ് ഇയാളെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഫ്രണ്ടിന് പൈസ കൊടുക്കും, ഇയാൾക്ക് കഴിയുമ്പോൾ ലാഭം ഉണ്ടാവും. മിക്കവാറും ഇയാളെ ലാഭം പോകുന്നതാണ് തോന്നണേ. എന്തായാലും കൂട്ടി കൊടുക്കുക. 1500 പറഞ്ഞത് ഇതിന്. പിന്നെ എനിക്കൊരു ദിവസത്തെ റൂം എക്സ്ട്രാ തന്നു. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അയാളെ ചാർജിലാണ്. അങ്ങനെയൊക്കെ ഇയാൾ കുറച്ച് റിസ്ക് എടുത്തേക്കണേ. എന്തായാലും കുറച്ച് എന്തെങ്കിലും കൊടുക്കാം.